ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് 2 വാക്കുകളെക്കുറിച്ചാണ്. ഷെയറിങ് ആൻഡ് കെയറിങ്, അഥവാ കരുതലും പങ്കുവയ്ക്കലും. ഇന്നത്തെ ലോകത്തിൽ അപ്രസക്തമായി കൊണ്ടിരിക്കുന്ന 2 വാക്കുകൾ അല്ലെങ്കിൽ 2 അനുഭവങ്ങളാണ് കരുതലും പങ്കുവയ്ക്കലും. അതിൽ ആദ്യമായി കരുതലിനെക്കുറിച്ച് അല്ലെങ്കിൽ കെയറിങ്ങിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളെ ഏറ്റവും കരുതുന്ന ഒരു ദൈവമാണ് നമുക്ക് ഉള്ളത്. ഓരോ നിമിഷവും അവൻ്റെ കരുതൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്മേൽ ഇട്ടുകൊള്ളുവിൻ. നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ വിചാരങ്ങളും ദൈവത്തിൽ അർപ്പിക്കുമ്പോൾ നമുക്ക് അവൻ ആശ്വാസം പകർന്നു നൽകുന്നു. ഇന്നത്തെ ലോകത്തിൽ പരസ്പരമുള്ള കരുതൽ നമ്മൾ ഏറ്റവും കുറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവനവനിലേക്ക് നമ്മളെല്ലാവരും ചുരുങ്ങുന്നു. ഏറ്റവും മാക്സിമം നമ്മൾ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളെ മാത്രം നമ്മുടെ ആ കരുതലിൻ്റെ വേലിക്കെട്ടിലേക്ക് ഉൾപ്പെടുത്തുവാൻ ചിലപ്പോൾ തയ്യാറായേക്കാം. എന്നാൽ നേരെ മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ ഇടങ്ങളിലും കരുതലിൻ്റെ ഒരു വലിയ മാതൃക കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഉദാഹരണമായി നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ തന്നെ പല രാജ്യക്കാർ, പല മതത്തിലുള്ളവർ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു കൂട്ടത്തിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. നമ്മൾ അവരോട് ഘോരം വചനം പറയുന്നതിലും ഏറ്റവും എഫക്റ്റീവായി അവരുടെ ആവശ്യങ്ങളിൽ നമ്മൾ അവരെ കരുതുകയും അവരുടെ വിഷമഘട്ടങ്ങളിൽ അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നത് പ്രസംഗിക്കുന്നതിലും കൂടുതലായി എഫക്റ്റീവായി എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൽ കൂടെയാണ് ക്രിസ്തീയ സുവിശേഷം നമ്മൾ ചെയ്തു കാണിക്കേണ്ടത്. രണ്ടാമതായി പങ്കുവയ്ക്കൽ അല്ലെങ്കിൽ ഷെയറിങ്. പാപികളായ നമ്മൾക്ക് വേണ്ടി സ്വന്തം ജീവനെ പങ്കുവച്ച നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ക്രിസ്മസും അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ക്രിസ്മസിന് കേക്കും സമ്മാനങ്ങളും പരസ്പരം പങ്കുവയ്ക്കാറുണ്ട്. നാട്ടിൽ അന്യമതത്തിൽ ഉള്ളവർക്ക് നമ്മൾ ക്രിസ്മസിൻ്റെ സന്തോഷമായിട്ട് കേക്കുകൾ കൊടുക്കാറുണ്ട്. നമ്മൾക്ക് വേണ്ടി ഒരു രക്ഷകൻ 2000 ആണ്ടുകൾക്ക് മുമ്പേ ജനിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് നമ്മൾ ഇതിൽ കൂടെ പങ്കുവയ്ക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒരു മകുട ഉദാഹരണമാണ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നത്. തൻ്റെ കൂടെ തൻ്റെ ഉപദേശങ്ങൾക്ക് കാതോർത്ത് പിന്തുടർന്ന് പോകുന്നവർക്ക് വിശന്നപ്പോൾ അവരോട് മനസ്സലിവ് തോന്നി. അവിടെ ഉണ്ടായിരുന്ന ഒരു ബാലകൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും അത് അവൻ്റെ അമ്മ അവന് ഭക്ഷിപ്പാനായിട്ട് കൊടുത്തു വിട്ടതാണ്. ഗലീല കടൽ തീരത്ത് തടിച്ചു കൂടിയ ഒരു വലിയ ജനാവലിയെ കണ്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ക്രിസ്തു ശിഷ്യന്മാരോടാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. 12 ശിഷ്യന്മാരിൽ ഒരാളായ ഫിലിപ്പോസാണ് അവനെ പരീക്ഷിക്കാനായിട്ട് ദൈവം അവനോട് ഈ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് ആദ്യമേ ആവശ്യപ്പെടുന്നു. എന്നാൽ ഫിലിപ്പോസ് പറയുന്നത് ഇത്രയും ജനത്തിന് അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 200 ദാനറയ്ക്ക് അപ്പം വാങ്ങിയാലും ഒന്നും ആകില്ലെന്നായിരുന്നു. ശിഷ്യന്മാരുടെ കമ്പോള മനസ്ഥിതിയാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ സാക്ഷികളായിട്ട് അവർ ഈ 5 അപ്പവും 2 മീനും എന്താകാനാണ് എന്നാണ് യേശുവിനോട് ചോദിക്കുന്നത്. എന്നാൽ ദൈവം ആ 5 അപ്പവും 2 മീനും വാങ്ങി വാഴ്ത്തി ജനങ്ങൾക്ക് പങ്കിട്ട് കൊടുത്തു. അവർ തിന്ന് തൃപ്തരായ ശേഷം ബാക്കി വന്നത് ശിഷ്യന്മാർ ശേഖരിച്ചപ്പോൾ അത് 12 കൊട്ട എന്ന് നമ്മൾ കാണുന്നു. ശിഷ്യന്മാരുടെ കമ്പോള മനസ്ഥിതിക്ക് വിരുദ്ധമായി യേശുക്രിസ്തുവിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ സംസ്കാരമാണ് നമ്മളിവിടെ കാണുന്നത്. ജീവിതത്തിൽ ദരിദ്രരായവരാണ് അവരുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ഏറ്റവും സമൃദ്ധിയായി മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. വളരെ ഉള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ ഏറ്റവും പ്രയാസമുള്ളത് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ ബാല്യകാലങ്ങളിൽ പല വീടുകളിലും സമ്പന്നതയുടെ ഒരു അവസ്ഥയല്ലായിരുന്നു ഉണ്ടായിരുന്നത്.
എല്ലാ വീടുകളിലും അംഗങ്ങൾ വളരെയധികം ഉണ്ട് താനും. അപ്പൻ അന്വേഷിച്ചു കൊണ്ട് വരുന്നതിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കി അപ്പനും തൻ്റെ മക്കൾക്കും എല്ലാം സമൃദ്ധിയായി കൊടുത്തതിന് ശേഷമേ നമ്മുടെ അമ്മമാർ ഭക്ഷിച്ചിരുന്നുള്ളൂ. പല ദിവസങ്ങളിലും അമ്മയ്ക്ക് കഴിപ്പാൻ ഒന്നും കാണുകയില്ല താനും. എന്നാൽ മേലി പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ ഒരു മനോഭാവം തന്നെയാണ് നമ്മുടെ അമ്മമാരെ കൂടെ നമ്മൾ കണ്ടത്, നമ്മുടെ ചേട്ടന്മാരിൽ കൂടെ, നമ്മുടെ ചേച്ചിമാരിൽ കൂടെ നമ്മൾ കണ്ടത്. അതാണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇന്ന് എല്ലാവർക്കും എല്ലാമുണ്ട്, സമൃദ്ധിയായിട്ടുണ്ട്. എല്ലാം നമ്മൾ ആവശ്യം കഴിഞ്ഞ് വേസ്റ്റ് ചെയ്യുന്നു. എന്നാൽ സമൂഹത്തിൽ ഇപ്പോഴും ഇതൊക്കെ ആവശ്യമുള്ള ഒരു സമൂഹമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ദൈവം തരുന്ന സമ്പാദ്യത്തിൽ നിന്നും ഒരു അംശം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ കരുതലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരു നല്ല സുവിശേഷമാണ് നമ്മൾ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുന്നത്. അത് നമ്മുടെ വീടുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ദൈവം പുതിയ വർഷം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആയുസ്സും ആരോഗ്യം എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിഷിംഗ് യു എ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് മേരി ക്രിസ്മസ്. താങ്ക് യു.